സുഖത്തോടെ നല്ല പ്ലം കേക്ക് കഴിച്ച് പ്ലം കേക്ക് നല്ല പ്ലം കേക്ക് നല്ല പ്ലം കേക്ക് കഴിച്ച് കുറച്ച് വൈനെല്ലാം അടിച്ച് നല്ല ക്രിസ്മസ് ചർച്ചിലേ കൊടുക്കും. അതാണ് അതെ, ഒരു രാഗം തെറ്റായിട്ട് പാടി. ഈഗോ അമ്മയുടെ ഈഗോ ഹട്ടായി അവിടുന്ന് പോയി. അതെന്തിനാ പറഞ്ഞേ? ഓക്കെ, അടുത്ത കേൾവി. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കണ്ടല്ലേ? സർപ്രൈസ് നല്ല പ്ലാൻ ചെയ്ത് വെച്ചിരിക്കും. എടീ വാടി, നിനക്ക് സർപ്രൈസ് കാണാൻ കൂട്ടിട്ട് പോ അങ്ങനെ പറയും. അതിന് എക്സൈറ്റ്മെന്റ് ഞാനത് കുറച്ച് ഒന്ന് ചിലത് ഇഗ്നോർ ചെയ്യും. ഈ അമ്മ ആ കമന്റ്സ് റിപ്ലൈ ചെയ്ത് എന്നിട്ട് അവരുടെ പ്രൈവറ്റ് മെസ്സേജ് ഇപ്പോഴും അവരെ തെറ്റി അങ്ങനെ ചെയ്യും. ഈ അമ്മ ഒരു ഹിന്ദുസ്ഥാനി സിംഗർ, അവരുടെ രീതിയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലവേ ഇല്ല. അവർ ഭയങ്കരമായിട്ട് എന്നെ ഭയങ്കരമായിട്ട് ക്രിറ്റിസൈസ് ചെയ്തു. ഞാൻ അവരുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ അവർ ഹിന്ദുസ്ഥാനി പാടുന്ന ഒരു സിംഗറാണ്. അവരെന്തൊക്കെയോ ആണ് പാടുന്നത്. അപ്പം ഞാനൊന്ന് ക്രിറ്റിസൈസ് ചെയ്യാൻ തുടങ്ങിയാലോ? എനിക്ക് ദേഷ്യം വരും. കണ്ടോ ഇവിടെ നല്ല ചിരിച്ചിരിച്ച് സംസാരിച്ചിട്ട് എത്ര ദേഷ്യപ്പെടുന്നു. ഞാൻ പറഞ്ഞ എനിക്ക് ദേഷ്യം വരില്ല. എനിക്ക് ദേഷ്യം വരും. മനുഷ്യനല്ലേ? ലേഡീസ് ഇത് എഴുതുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ട്രിഗർ ആവുന്നത്. മഴയത്ത് പോവല്ലേ ചേച്ചിയെ, മഴയത്ത്. അതവരുടെ സംസാരം നമുക്കറിയാം. മേക്കപ്പ് മുഴുവൻ ഇളകി, മുഖത്ത് 50 കോട്ടടിച്ചിട്ടുണ്ട്, പിന്നെ 25 കോട്ടിട്ടുണ്ട്. അപ്പക്സ് അൾട്ടിമയുടെ ബ്രാൻഡ് ഇതാണ്, ഞാൻ അതൊക്കെയാണ് മുഖത്തടിച്ചിരിക്കുന്നത്. ഞാൻ അന്ന് ഒന്നും മുഖത്തിട്ടുണ്ടാവില്ല. அந்த பொண்ணெல்லாம் ரொம்ப பிஸி அப்படி வராது. ഞാൻ പറഞ്ഞിട്ടേ അല്ല ഞാൻ ബിസി എന്ന്. അവരെ വന്ന് they want to bring an artist who is favorable to them. സോ അങ്ങനെ ഇരിക്കുമ്പോ അന്ന പൊണ്ണ് ബിസി, അന്ന പൊണ്ണ് വരാതെ, അന്ന പൊണ്ണ് നിറയെ കാസ് കേപ്പാ ഇങ്ങനെ പറഞ്ഞ് എന്നെ ഒന്ന് ഒതുക്കും. നമുക്ക് നെക്സ്റ്റ് ഒരു വെരി ഈസി ഒരു റൗണ്ടാണ്. ഒരു ഇത് പറയും, അത് ഐ ഹാവ് ആണെന്നുണ്ടെങ്കിൽ ഐ ഹാവ്, നെവർ ഹാവ് ആണെങ്കിൽ നെവർ. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ഫാൻസിൽ ഉപരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്ന് പറയുന്നതായിരിക്കും നല്ലത് അല്ലേ? ഒരുപാട് ഫാൻസ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മൾ ചെയ്യുന്ന കോണ്ടന്റ് അല്ലെങ്കിൽ ചേച്ചിയുടെ സോങ്സ് എത്രയോ വർഷമായിട്ട് അല്ലേ, ഒരുപാട് പേര്. അപ്പോൾ പല സിറ്റുവേഷനിലും ചിലപ്പോൾ നമ്മുടെ മൂഡ് സ്വിങ്സ് പല രീതിയിലുണ്ടാവാം എവിടെയെങ്കിലും പോകുമ്പോൾ. അപ്പോൾ അവർ ചിലപ്പോൾ നമ്മുടെ അടുത്ത് സെൽഫി എടുക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ നമ്പർ ചോദിക്കാം. പക്ഷേ ഈ ഫോൺ നമ്പേഴ്സ്, അപ്പോൾ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത്, എപ്പോഴെങ്കിലും തെറ്റായ ഫോൺ നമ്പർ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? നെവർ ഹാവ്. അതായത് ഫോൺ നമ്പറേ കൊടുത്തിട്ടില്ല. ഇല്ല, ഞാൻ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം നിങ്ങളെ ചോദിക്കുക, നിങ്ങളെ എനിക്ക് അറിയത്തില്ല, പക്ഷേ ഫോൺ നമ്പർ ഒന്ന് തരാമെന്ന് ചോദിച്ചാലോ അത് തരും. വർക്ക് രീതിയിൽ കൊടുക്കും. പക്ഷെ അതല്ലാതെ ഞാൻ എൻ്റെ അപ്പാടെ നമ്പർ കൊടുത്തുവിടും. അത് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇനാഗ്രേഷനോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ, ഇപ്പോൾ കച്ചേരിക്ക് പോകുമ്പോഴാവാം, കച്ചേരി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആൾക്കാരുടെ അവർ ചിലപ്പം ഇതുകൊണ്ടായിരിക്കും, അവർ ഇഷ്ടം കൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് ഈ ചേച്ചി അല്ലെങ്കിൽ മോളോടാണെങ്കിലും ഇങ്ങനെ ചോദിക്കില്ല, ശിവാങ്കി അല്ലെങ്കിൽ ചേച്ചി ഈ ഫോൺ നമ്പർ ഒന്ന് തരുമോ, അങ്ങനെ പറയും. ശിവാങ്കി പറയും. അതെ, വേറൊന്നുമല്ല, ഞാൻ ഫോണിലും അധികം സംസാരിക്കാറില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഒരു മ്യൂസീഷ്യൻ, പാട്ടുകാർക്ക് സംസാരിക്കുന്നതാണ് ഏറ്റവും വലിയ കേട് തൊണ്ടയ്ക്ക്. അതായത് നമ്മൾ ഫോണിൽ കൂടെ പ്രത്യേകിച്ചും ചില നേരം നമുക്ക് റേഞ്ച് കിട്ടാതെ ഹലോ ഉറക്കെ, അത് ഭയങ്കര സ്ട്രെയിൻഡ് ആവും. അതുകൊണ്ട് ഫോണിൽ സംസാരിക്കരുത് പാട്ട് പാടുന്നവർ. അപ്പോൾ ഞാൻ സ്വന്തം ആൾക്കാരോട് പോലും സംസാരിച്ച മെസ്സേജേ ഉള്ളൂ എല്ലാം, അല്ലെങ്കിൽ അത്യാവശ്യം വോയിസിന് മെസ്സേജ് ഇടും. ഞാനും എൻ്റെ ചേച്ചിമാരും ചേട്ടനുമാണ് ഏറ്റവും ക്ലോസ്. അവരോട് പോലും വോയിസ് മെസ്സേജിൽ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ മെസ്സേജ് ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കും? മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ആ ഒരു വർക്ക് അല്ലെങ്കിൽ ആ ഒരു വർക്ക്, ഒരു പ്രൊജക്റ്റോ എന്തോ ആവും, എനിക്ക് വന്നു, പക്ഷേ അത് പോയി, എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ വിഷമിച്ചിട്ടുണ്ടോ? ഓഫ് കോഴ്സ്. അതെ അതെ. അതിൽ ഏറ്റവും മനസ്സിൽ ഒരു ബുദ്ധിമുട്ട് തോന്നിയത് ഏത് സിറ്റുവേഷനാകാം? അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ചേച്ചിക്കായിരിക്കും ഏതെങ്കിലും അതായിരിക്കാം പറയാനാണെങ്കിൽ. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരെണ്ണം എളുപ്പം ഓർമ്മ പറയണം. ഇപ്പോൾ ഇളയരാജ സാറിന് ഞാൻ ഓൾറെഡി 3 പാട്ട്, 3 ഇല്ല, ഒരു കന്നഡ, ഒരു മലയാളം, ഒരു തമിഴ് അങ്ങനെ പാടിയിട്ടുണ്ട്. അപ്പോൾ വേറെ ഒരു പ്രാവശ്യം ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര കോൾഡ് ആയിരുന്നു. അപ്പോൾ ആ പാട്ട് ശരിക്കും പറഞ്ഞാൽ SPB സാറിൻ്റെ കൂടെ
ആയിരുന്നു അത് ഡുവറ്റ്. വാവ്, അടിപൊളി. അപ്പോൾ എനിക്കത് ആദ്യം നന്നായി പാടിയതാണ്. രണ്ടാമത് ഫുൾ ലിറിക്സ് മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കന്നഡ പാട്ട് ഫുൾ ലിറിക്സ് മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത് അത് പാടാൻ വിളിച്ചു. അപ്പോൾ സാറിൻ്റെ മുമ്പിൽ നിന്നാണ് നമ്മൾ പാടേണ്ടത്. ഞാൻ പറഞ്ഞു സാറ് വിളിക്കുമ്പോൾ നേരിട്ട് എന്ന് പറയാതെ ആദ്യം ഞാൻ പാടി വെച്ചതാണ് സൂപ്പറായിട്ട്. പിന്നെ എനിക്ക് ഒട്ടും സാറിനെ കക്കന്നിരിക്കണം, അയ്യോ ഇപ്പടി ഇരുന്നാൽ എപ്പടി പാട മുടിയാതെ എന്ന് പറഞ്ഞിട്ട് അപ്പുറം ശ്രേയ ഘോഷാൽ പാടി. ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ പറയാൻ പറ്റില്ല. ശിവാംഗിക്കാണെങ്കിലും അങ്ങനെ ഒരു അത് നമ്മള് ഒരു വിഷയം പാടി വെക്കും, അത് വന്ന് വേറെ സിംഗർ ഡെഫിനറ്റ്ലി വലിയ സിംഗേഴ്സിനെ നടക്കും പാടി വെക്കും, അത് റീപ്ലേസ് ആവും. അത് അക്കോർഡിംഗ് ടു ദ ഫിലിം സിനാരിയോ അത് നടന്നിട്ടുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ചില ഓപ്പർച്യൂണിറ്റീസ് വരും. ഈ നടുവില് സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവരെല്ലാം വന്ന് ഞാൻ പറയാത്ത വിഷയമെല്ലാം പോയി അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് എന്റെ അടുത്ത് നിന്ന് പറിക്കും. സോ അതുവരെ നിറയെ നടന്നിട്ടുണ്ട്, അതിപ്പോഴും നടക്കുന്നുണ്ട്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് പറയും അന്ത പൊണ്ണെല്ലാം ரொம்ப ബിസി அப்படி வராது, ഞാൻ പറഞ്ഞിട്ടേ അല്ല ഞാൻ ബിസി എന്ന്. അവരെ വന്ന് they want to bring an artist who is favorable to them. സോ അങ്ങനെ ഇരിക്കുമ്പോ അന്ത പൊണ്ണ് ബിസി, അന്ത പൊണ്ണ് വരാതെ, അന്ത പൊണ്ണ് നിറയെ കാസ് കേപ്പാ, ഇങ്ങനെ പറഞ്ഞ് എന്നെ ഒന്ന് ഒതുക്കും. ഡയറക്റ്റ് ഡീലിംഗ് ആണെങ്കിൽ കുഴപ്പമില്ല, ഡയറക്റ്റ് ഡീൽ ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് വന്ന് ഞങ്ങൾ പറഞ്ഞു വെക്കും, ആ നടുവിൽ മീഡിയേറ്റർ വേറെന്തോ പോയി പറഞ്ഞു വെക്കും. അപ്പൊ അത് മൂല്യം ഓപ്പർച്യൂണിറ്റീസ് അറിയപ്പെടും. പിന്നെ എപ്പോഴെങ്കിലും അവരെ കാണുമ്പോഴായിരിക്കും അറിയുന്നത്, അയ്യോ ഈ പേഴ്സൺ ഇവരെ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ നമ്മൾ അറിയുന്നത് അല്ലേ, മീഡിയേറ്റർ. ഓക്കെ, നെക്സ്റ്റ്. അതായത് അതിനു മുമ്പേ ചോദിക്കുക, ഈ കൂട്ടത്തിൽ ഏറ്റവും നിങ്ങൾ സർപ്രൈസ് കൊടുക്കാൻ ഏറ്റവും അടിപൊളി ആരാണ്? ഇഷ്ടമല്ലേ? എന്താ? അതായത് ഇവരുടെ അമ്മല്ലേ ശരിയാണ് ഒരു മുന്തിരിക്കൊട്ടെ. എന്താ മുന്തിരിക്കൊട്ടെ? എങ്ങനെയാന്നറിയോ? സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ട് ആ ആളുടെ അടുത്ത് പോയി ശിവാംഗി നിനക്ക് ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പറയും. മുന്തിരിക്കൊട്ടയാണോ സർപ്രൈസ് കൊടുക്കുന്നത്? മുന്തിരിക്കൊട്ടെ അപ്പ ശരിയാണ് തൈര് സാധം എന്ന് പറയും. ഈ തൈര് സാധം കഴിക്കുന്നവരെല്ലാം ഭയങ്കര പാവായിരിക്കും. അതെ, പാവായിരിക്കും, സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെ അതിന് അപ്പയെ ഇവര് തൈര് സാധം എന്നാ പറയുന്നത്. അതെ, അപ്പ തൈര് സാധം. അമ്മ ആരാടി? അമ്മ മുന്തിരിക്കൊട്ടെ. മുന്തിരിക്കൊട്ട ഇവിടെ വന്ന് എല്ലാத்தையும் ഒന്നും മനസ്സിലേ ഉണ്ടാവില്ല, ശരിയാണ് ഒരു ബേക്ക്. ഈ അമ്മ അങ്ങനെയാ, സർപ്രൈസ് നല്ല പ്ലാൻ ചെയ്ത് വെച്ചിരിക്കും. പ്ലാൻ ചെയ്തിട്ട് എടേ വാടി നിനക്ക് സർപ്രൈസ് കാണാൻ കൂട്ടിട്ട് പോ അങ്ങനെന്ന് പറയും. ഞങ്ങളുടെ കസിൻസ് ചേച്ചിയുണ്ട്, ഗോപി ചേച്ചി, ദേവ് ചേച്ചി, അവരെല്ലാം അമ്മയുടെ അടുത്ത് വേണമെന്നേ ഒന്നുമേ പറയില്ല, എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സർപ്രൈസ്. അപ്പൊ അതുകൊണ്ട് സർപ്രൈസേ ചെയ്യില്ല, ഈ വീട്ടിലെ സർപ്രൈസേ വർക്കാവില്ല. അപ്പൊ അതുപോലെ തന്നെ പിന്നെ കാന്താരി എന്ന് പറഞ്ഞല്ലേ? അതെ, എന്താണ്? അമ്മാവ എന്നെ പോലെ തന്നെയാ, ഫുള്ള് ദേഷ്യം വന്നാ അങ്ങനെ ദേഷ്യപ്പെടും, എന്നിട്ട് എല്ലാം ലൗഡ് ആൻഡ് ക്ലിയർ. സോ അതുകൊണ്ട് കാന്താരി. അപ്പൊ എന്നെ പോലെ എന്ന് പറഞ്ഞല്ലോ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ എന്റെ ക്വസ്റ്റൻ ഇത് തന്നെയായിരുന്നു, സർപ്രൈസ് കൊടുത്തിട്ട് അത് പാളിപ്പോയി, അത് സർപ്രൈസ് ആയില്ല, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. സർപ്രൈസ് കൊടുത്തു, ട്രൈ ചെയ്തു, പക്ഷെ അത് വർക്ക്ഔട്ട് ആയില്ല അല്ലേ? എപ്പോഴായിരിക്കും? ഈ അമ്മയുടെ അടുത്ത് എന്ത് ചെയ്താലും അത് വർക്ക്ഔട്ട് ആവില്ല. എല്ലാം കണ്ടുപിടിക്കുമല്ലേ? അതെ, കണ്ടുപിടിക്കില്ലെങ്കിൽ പൊട്ടിക്കും. എനിക്കറിയാം അങ്ങനെ. ചേച്ചിക്കാണെങ്കിലോ? ഞാൻ അങ്ങനെ ആർക്കും സർപ്രൈസ് പ്ലാൻ ചെയ്യോ? ഇല്ലല്ലേ? ലൈഫിൽ അങ്ങനെ ഒരു ഓർക്കത്തക്ക അങ്ങനെ ചെയ്തിട്ടില്ല അല്ലേ? അതായത് നമ്മളിപ്പോ നമ്മുടെ അമ്മമാർക്ക്, ചേച്ചിമാർക്ക് നമ്മളിപ്പോ എന്തെങ്കിലും ഡ്രസ്സ് മേടിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ, അത് സർപ്രൈസ് ഗിഫ്റ്റ്, അത് അപ്പോൾ കൊടുക്കുമ്പോൾ അവർ സന്തോഷിക്കുക, അത്ര. അങ്ങനെയല്ലാതെ ഒരു വലിയ സർപ്രൈസിലേക്ക് ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ്. നമ്മളുടെ മിസ്റ്റേക്ക് അല്ല, പക്ഷെ അത് നമ്മളിൽ ചെയ്ത ഒരു മിസ്റ്റേക്ക് ആണ് എന്ന് വന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവാം, പക്ഷെ അത് മനസ്സിൽ ഏറ്റവും തങ്ങി നിൽക്കുന്ന അതൊരു വലിയൊരു പ്രശ്നമാണ് അല്ലേ? അതൊരു വലിയൊരു, നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും ഈ ഒരു കാര്യം. അങ്ങനെ ഉണ്ടെങ്കിൽ കുറേ ഉണ്ടാവും മനുഷ്യർക്ക്, പക്ഷെ അതിൽ ഏറ്റവും സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ വി ആർ നോട്ട് ദ റീസൺ ഫോർ ദാറ്റ്, ബട്ട് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ നടന്നിട്ടുണ്ട്, ഒരുപാട് നടന്നിട്ടുണ്ട്, ഒരുപാട് നടന്നോണ്ട് ഓർമ്മയില്ല. അതെ, നമ്മുടേതല്ലായ
അല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരാൾ കച്ചേരി ഇപ്പോൾ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അടുത്ത് നമ്മൾ വളരെ ഇതായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അടുത്തിരിക്കുന്ന ആൾ എന്തോ ഒരു തമാശ കാണിക്കും, അല്ലെങ്കിൽ അയാളുടെ ദിടീന്ന് അയാളുടെ കാലിൽ എന്തെങ്കിലും ഒരു കൊതു ഇങ്ങനെ കാണിക്കുമ്പോഴേ നമുക്ക് ഇന്ന് ചിരി വരും. നമ്മൾ അവിടെ ഇരുന്നപ്പം ഇവിടെ പാടിക്കൊണ്ടിരിക്കുക, അവിടെ ഇങ്ങനെ ചിരിച്ചിട്ട് അയാൾ നമ്മൾ അയാളെ കളിയാക്കി ചിരിച്ചാന്ന്. ഇതൊക്കെ നമ്മൾ ജന്മത്ത് പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ എങ്ങനെ ഇത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. കൃഷ്ണൻ നടന്നതുപോലെ ആൾക്കെല്ലാം അന്ന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ചിരിച്ചോ, ഞങ്ങൾ പാടിയപ്പോഴത്തേക്കും പാടിക്കൊണ്ടിരുമ്പോൾ അവർ ചിലപ്പോൾ നമ്മളായിരിക്കും നോക്കിക്കൊണ്ടിരിക്കണേ, നിങ്ങൾ അവിടെ കളിയാക്കി ചിരിച്ചതല്ലേ, നമ്മൾ ജന്മത്തിലെ 7 ജന്മത്തിൽ പോലും വിചാരിക്കും അവിടെ എന്തോ ഒരു സംഭവം തുറന്നു, അല്ലെങ്കിൽ ഇയാൾ എന്തോ ഒരു തമാശ അവിടെ പറഞ്ഞപ്പോ എന്ന് പറയും. അത് ഈ ഒരു കാര്യമേ പാട്ടോ കാര്യം അതൊന്നുമല്ല, വേറെ എന്തോ ഒരു കാര്യം, അല്ലെങ്കിൽ അയാളുടെ അപ്പുറത്തിരിക്കുന്ന അയാളുടെ നോക്ക് അയാൾ എന്തോ ഒരു കാര്യം കൊണ്ട് പറയണത് നമ്മൾ അറിയാതെ ഇങ്ങനെ ഇതായി ചിരിച്ചു പോകുമ്പം കറക്റ്റ് ആ നേരത്ത് പാടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ നമ്മളെ നോക്കുമ്പോൾ ഭിന്നി ചിരിച്ചു. എനിക്ക് കോളേജിൽ നടന്നിട്ടുണ്ട്. സോറി പറയണ, ഞാൻ നെവർ, കാരണം ഞാൻ മനസ്സിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ അത് പറയത്തില്ല. ഇപ്പോഴും ലൈഫിൽ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയ പേഴ്സൺസ് ഉണ്ടാവും ചിലപ്പോൾ, ഒരു അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആരായിരിക്കും ഇത് പറയുന്നത്? തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും അവർ ഇല്ല, പിന്നെ എൻ്റെ ഇൻലോസ് കൃഷ്ണൻ്റെ അപ്പ അമ്മ. തീർച്ചയായിട്ടും ഓരോരോ ഇതിൽ ഇവളുടെ ആ ഒരു ഇതൊന്നും അപ്പയൊന്നും കണ്ടില്ല. അപ്പയ്ക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു, എൻ്റെ അമ്മയ്ക്കും അതെ. ഇവള് അന്നേ നന്നായിട്ട് പാടും, ഇവളുടെ ഒരു സ്റ്റേജ് പ്രോഗ്രാം കാണണം എന്ന്. ഇവിടെ ഒരു സ്റ്റേജ് പ്രോഗ്രാം 2 വർഷം മുമ്പ് ഇവിടെ നടന്നപ്പോഴത്തേക്കും ഭയങ്കര ജനവും ശിവാംഗി നാർത്ത് വിളിച്ച് അങ്ങനെ വരണ ഒരു സംഭവം. ഇത് ആഗ്രഹിച്ചിരുന്ന ആൾക്കാർ എൻ്റെ അമ്മ പിന്നെ അപ്പായും ഒക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു, ഒരു 10 പേരുടെ മുമ്പിൽ ശിവാംഗി പാടണമെന്ന്. ഇത്ര പേരുടെ മുമ്പിൽ കുട്ടി പാടുമ്പോഴത്തേക്കും അത് കാണാനില്ലല്ലോ. അത് മനസ്സിൽ അത്രയും ആരവം വന്നപ്പോൾ പെട്ടെന്ന് അത് ഓർത്തല്ലേ ചേച്ചി? അതൊരു ഭയങ്കര സന്തോഷം, സങ്കടം ഒരുമിച്ച് വന്നു. ഞാൻ എന്നിട്ട് പാതിയിൽ പോന്നു ആ പ്രോഗ്രാം. ഇവളുടെ കൂടെ ആൾക്കാരുണ്ട്, എല്ലാം ഉള്ള മാനേജർ എല്ലാ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും ഞാൻ എന്തോ ഒരു ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മണിക്കൂർ നിന്നിട്ട് പോന്നു. പിന്നെ പോരാനൊരു കാര്യമുണ്ട്, എന്നോടൊരു കാര്യം ചോദിക്കാതെ പാടിയാലും തെറ്റായിട്ട് പാടി, ഈഗോ അമ്മയുടെ ഈഗോ ഹട്ടായി അവിടുന്ന് പോയി. അല്ല, എല്ലാം കൂടെ ഞാൻ ഭയങ്കര ഹാപ്പി ആയി പോയി എല്ലാവരുടെ ഇതും കണ്ടപ്പം. അതിൻ്റെ കൂടെ ഇവള് ഒരെണ്ണം തെറ്റായിട്ടും പാടി. പാടിക്കൊണ്ടിരുന്നു അല്ലേ? പക്ഷെ ആൾക്കാർക്ക് അങ്ങനെ മനസ്സിലാകത്തില്ലാത്തതിന് കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കണ്ടല്ലേ? അതായത് കമന്റ്സ് അല്ലെങ്കിൽ ആൾക്കാർ മെസ്സേജ് അയക്കുന്നത് അല്ലെ, ഇപ്പോൾ ഒരു 100 പേരെടുത്തു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് 100 ചിലപ്പോൾ ഒരു 98 ആൾക്കാരും നല്ല കമൻസ് ആയിരിക്കും, നല്ലത് പറയും. ചിലപ്പോൾ അതിൽ 2 പേരും മോശം പറയുന്നിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ പേഴ്സണലി നമുക്ക് വരുമ്പോൾ അത് റിപ്ലൈ പറയുന്ന ആളാണോ നിങ്ങൾ, അല്ലെങ്കിൽ ഐ ജസ്റ്റ് നെവർ ആണ് യു ഹാവ് അല്ലേ? ആണല്ലേ? അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാനാണ്. ഞാനത് കുറച്ച് വന്ന് ചിലത് ഇഗ്നോർ ചെയ്യും. ഈ അമ്മ ആ കമന്റ്സ് റിപ്ലൈ ചെയ്ത് എന്നിട്ട് അവരുടെ പ്രൈവറ്റ് മെസ്സേജിൽ പോയി അവരെ തെറ്റി അങ്ങനെ ചെയ്യും ഈ അമ്മ. എനിക്ക് ഞാൻ ചെയ്യാത്തൊരു കാര്യം ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് അവരെ വന്ന് അമ്മ വന്ന് ഇങ്ങനെയൊക്കെ റിപ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് ഇങ്ങനെ വന്ന് കേട്ടതാ കമന്റ് ഇടുന്നേ. അമ്മ അവരുടെ കമന്റ് റിപ്ലൈ ചെയ്തിട്ട് എന്നിട്ട് അവരുടെ മെസ്സേജിൽ പോയി അവരെ തനിയാ കമന്റ് റിപ്ലൈ ചെയ്യുന്നത് തേവയല്ല. അവർക്ക് തനിയെ അങ്ങനെയൊന്നും ചെയ്യാറില്ല, അത് അത്രയൊന്നും ചെയ്യാറില്ല. ശരി, ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ അങ്ങനെ ഇപ്പോഴൊന്നും ചെയ്യാറില്ല. ഇല്ല, ഒരു ഞാൻ വായിച്ച കഴിഞ്ഞ വർഷം അല്ല ഈ വർഷം അതോ എൻ്റെ 50th ബർത്ത്ഡേ, ഇപ്പം ഇനി 50 ആയി. 50th ബർത്ത്ഡേയുടെ ഏതോ ഒരു ഇത് ക്ലിപ്പിങ്സ് എന്തോ ഇതുപോലെ ഒരു ഷോർട്സ് വന്നപ്പോൾ അതിൻ്റെ താഴെ എൻ്റെ തന്നെ ഒരു നാട്ടുകാരി അവർ എഴുതിയിരിക്കുകയാണ്, ഞാനും ഇവർ ഒരുമിച്ച് പഠിച്ചതാ, പക്ഷെ എനിക്കിപ്പോൾ 60 വയസ്സുണ്ട്. ഇവർ കള്ളം പറയണ, ഇവർക്ക് 60 വയസ്സുണ്ട്. നാട്ടുകാരത് വിശ്വസിക്കും. അങ്ങനെ ജെനുവിനായിട്ട് ഒരു വ്യക്തി ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. അവളെ ഉടനെ പറഞ്ഞു. അപ്പൊ എൻ്റെ മൂത്ത ചേച്ചിക്ക് 60 വയസ്സുണ്ട്. എൻ്റെ മൂത്ത ചേച്ചിയുടെ കൂടെ എന്തോ പഠിച്ചതാന്ന് തോന്നുന്നു.
ഓ അപ്പൊ അവർക്ക് മാറിപ്പോയതാവാം ചിലപ്പോൾ. മാറിപ്പോയതാണെങ്കിൽ യു ഷുഡ് നോട്ട് റൈറ്റ്. നിനക്ക് എൻ്റെ ഗുരുജി എപ്പോഴും പറയും തെരിയാമേ എതുമേ ചൊല്ലക്കൂടാതെ. എന്നിട്ട് അവരെ എഴുതിക്കണേ ഇവര് കള്ളം പറയാന്ന്. അത് ഒരിക്കലും പറയാൻ പാടില്ല. അപ്പൊ അത് അങ്ങനത്തെ കാര്യങ്ങൾ ഇതുപോലെ എൻ്റെ പ്രായം എനിക്കറിയാതെ ഞാൻ 10 വയസ്സൊക്കെ കുറച്ച് പറയുമോ. എന്നിട്ട് അവര് മൊത്തം മേക്കപ്പാണ്, പിന്നെ അവര് ഇതാണ്, പിന്നെ അവര് അവര് ചുമ്മാ വായനക്കുന്നതാണ് അവര്, പിന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ. നിനക്കാണോ എനിക്കാണോ അറിയാവുന്നത്. എനിക്ക് ഇതിൽ ഏറ്റവും എനിക്കൊരു തമാശ തോന്നിയത്, ഒരു ലേഡീസ് ഇത് എഴുതുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ട്രിഗർ ആവുന്നത്. പിന്നെ ഇവര് എത്ര മഴയത്ത് പോവല്ലേ ചേച്ചിയെ, മഴയത്ത്, അത് അവരുടെ സംസാരം നമുക്കറിയാം. മേക്കപ്പ് മുഴുവൻ ഇളകി, മുഖത്ത് 50 കോട്ടടിച്ചിട്ടുണ്ട്, പിന്നെ 25 കോട്ടിട്ടുണ്ട്. അപ്പെക്സ് അൾട്ടിമയുടെ ബ്രാൻഡ് ഇതാണ്, ഞാൻ അതൊക്കെയാണ് മുഖത്തടിച്ചിരിക്കുന്നത്. ഞാൻ അന്ന് ഒന്നും മുഖത്തിട്ടുണ്ടാവില്ല. ഇപ്പം ഞാൻ സൺസ്ക്രീൻ തേച്ചിട്ടുണ്ട്. അത് ഒരു 1-2 സൺസ്ക്രീൻ ലോഷൻ ഉണ്ട് എൻ്റെ കയ്യിൽ. എന്താണ് 50 ഒരു സൺസ്ക്രീനും ഉണ്ട്, വേറൊരു 4 വേറൊരു സൺസ്ക്രീനും ഉണ്ട്. മോയ്സ്ചറൈസർ ഇടുന്ന കൊച്ചു പിള്ളേർ വരെ മോയ്സ്ചറൈസർ ഉണ്ട്, ബേബി മോയ്സ്ചറൈസർ ഉണ്ട്. അതിലത് മനുഷ്യന്മാരെ നടക്കില്ല. മോയ്സ്ചറൈസർ ഇടുന്നതും സൺസ്ക്രീൻ ലോഷൻ ഇടുന്നതും ഈ അപ്പെക്സ് അൾട്ടിമ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കളിയാക്കും. അത് ഈ ലിപ്സ്റ്റിക്ക് കൊണ്ടാണ് അവർ പറഞ്ഞത്, നിങ്ങൾ ഡാർക്ക് ലിപ്സ്റ്റിക്ക് ഇടുന്നതുകൊണ്ടാണെന്ന്. പക്ഷേ അതിന് ഇത്ര മോശമായിട്ട് എഴുതണോ? അപ്പം ഞാൻ തിരിച്ച് അവരുടെ തന്നെ, എനിക്ക് റീസെൻ്റായിട്ട് അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തമാശ തോന്നിയത്, ഒരു ലേഡി ഒരു ചുരിദാറൊക്കെ ഇട്ട്, ചുരിദാറിന് അരപ്പട്ടയൊക്കെ ഇട്ട് അവരിങ്ങനെ അങ്ങനെ ഇരിക്കണം. അവർ വന്ന് എന്നെ ഭയങ്കരമായിട്ട് വൃത്തികെട്ട രീതിയിൽ മോശമായിട്ട് എഴുതി. ഞാനപ്പോൾ അവരുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ, അപ്പോൾ ഞാൻ അവരുടെ പ്രൊഫൈൽ സ്ക്രീൻഷോട്ട് ചെയ്ത് ആ പ്രൊഫൈൽ അവരുടെ ഇതിൽ തന്നെ ഞാൻ എടുത്തു വച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്നെ കുറ്റം പറയണമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ഉണ്ടായിരിക്കണം. ഇത് നിങ്ങൾ വളരെ കോമാളിയായിട്ട് നിന്ന് ഭയങ്കര ലിപ്സ്റ്റിക്കും കണ്ണൊക്കെ ഇങ്ങനെ എഴുതി ഭയങ്കര, അവർ ഒരുപാട് മേക്കപ്പ് ചെയ്തിട്ട് നിൽക്കണവരാണ്. അപ്പം നിങ്ങളും അത് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്തിനാണ് എന്നെ ഇത് പറയണത്? എന്താണ്? അവരൊക്കെ പാടാനൊന്നും അറിയില്ല, ഇവരൊക്കെ ഒരു പാട്ടാണോ? അല്ല, അവരും ഒരു ആർട്ടിസ്റ്റാണ്. എനിക്കെപ്പോഴും, ഞാൻ ഇന്നും വരെ ഒരു ആർട്ടിസ്റ്റിനെയും ഞാനൊരു ജഡ്ജായിട്ട് പോകുമ്പോൾ തന്നെ ഒരു കുട്ടിയോട് എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് മോനെ ഇതൊന്നും ഇമ്പ്രൂവ് ആക്കുമെന്ന് അത് പറയാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് വേറൊരു ആർട്ടിസ്റ്റിനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. അതൊക്കെ റീസെൻ്റായിട്ട് വേറൊരു ആർട്ടിസ്റ്റ്, ഒരു ഹിന്ദുസ്ഥാനി ആർട്ടിസ്റ്റ്, ഞാൻ എൻ്റെ ഒരു സ്റ്റുഡൻറ്റുമായിട്ട് കർണാടക സംഗീതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങളുണ്ടെങ്കിൽ തിസ്രം പാടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ തന്നെ ഒരു അടതാള വർണ്ണം, ഒരു അടതാള വർണ്ണം, ഞാനൊരു 2 കാലം ഒരു തിസ്രം പാടുക എന്നൊരു ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സെഗ്മെൻറ്റ് ചെയ്തു വയ്ക്കുമ്പോൾ അതിനകത്ത് ഭംഗി കാണത്തില്ല പാട്ടിന്. അതിനകത്ത് വന്ന് ആ താളത്തിൻ്റെ ഇത് കാണിക്കാൻ വേണ്ടിയാണ്. ചില നമ്മൾ ഈ ഇത് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തൊരു ഭംഗി കുറവ് കാണുമായിരിക്കും. പക്ഷെ നമ്മളിവിടെ മെയിനായിട്ട് കാണിക്കുന്ന താളമാണ്, പാട്ടിന്റെ ഇതല്ല. അത് അറിയാവുന്നവർക്ക്. അപ്പോൾ ഒരു ഹിന്ദുസ്ഥാനി സിംഗർ, അവരുടെ രീതിയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലവേ ഇല്ല. അവർ ഭയങ്കരമായിട്ട് എന്നെ ഭയങ്കരമായിട്ട് ക്രിറ്റിസൈസ് ചെയ്തു. ഞാൻ അവരുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ അവർ ഹിന്ദുസ്ഥാനി പാടുന്ന ഒരു സിംഗറാണ്. അവരെന്തൊക്കെയോ ആണ് പാടുന്നത്. അപ്പം ഞാനൊന്ന് ക്രിറ്റിസൈസ് ചെയ്യാൻ തുടങ്ങിയാലോ, എന്തോരം എനിക്ക് പറയാം. ഞാൻ അല്ലെങ്കിൽ എങ്ങനെ ഇവർക്ക് പറ്റുന്നു? ചില ആൾക്കാർ ബഹുജനം പലവിധം എന്ന് പറയുന്നത് അത് അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. നിങ്ങൾ ഒരിക്കലും നമ്മൾ അങ്ങനെ സാധാ ഇതൊന്നും അറിയാത്ത ഒരാളാണെങ്കിൽ ഇഷ്ടപ്പെടാതെ പോകണത്. ഇത് ഒരാർട്ടിസ്റ്റ്, ഇത് അറിഞ്ഞ് പഠിച്ച് വന്ന ഒരാള്, ഇപ്പൊ എനിക്കിപ്പോ ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ സ്ക്രോൾ ഡൗൺ ചെയ്ത്, നമ്മൾ ആരാ ശംഭു, നമ്മൾ പറയാൻ ആരാ? നമ്മൾ അത് ഡോൺ കെയർ ആക്കി വിടുക ചെയ്യുന്നത്. അതിനെ ചെന്ന് ക്രിട്ടിസൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ, അല്ലേ? പീപ്പിൾ ആർ ലൈക്ക് ദാറ്റ്, അല്ലേ? ഓക്കെ. അപ്പോൾ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ബിഗ് ബോസിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നോ? എപ്പോഴും ഞാനിങ്ങനെ ബിഗ് ബോസിൽ പോകാൻ താല്പര്യമുണ്ട്, പോവാണെങ്കിൽ എന്തോ എൻ്റെ ഒറിജിനൽ സ്വഭാവം അറിയും അങ്ങനെ. അത് ഈ ശിവാംഗിയെ ശിവാംഗിയെ വിളിക്കാറുണ്ട്. പക്ഷെ പോകാറില്ല. പോകാത്ത എന്താന്ന് വെച്ചാൽ എൻ്റെ ഒറിജിനൽ സ്വഭാവം അറിയുന്നു പറഞ്ഞിട്ടുണ്ട്. ആണോ? എന്താണത്? പോയാൽ എങ്ങനെ ആയിരിക്കും? അതെന്താ, ഞാൻ നല്ല സ്വഭാവക്കാരി തന്നെയാ. പക്ഷെ ആ ബിഗ് ബോസിൽ വന്ന് അത് വേറെ മാതിരി പോട്ടയാവും. എനിക്ക് ദേഷ്യം വരും. കണ്ടോ ഇവിടെ നല്ല ചിരിച്ചിരിച്ച് സംസാരിച്ചിട്ട് എത്ര ദേഷ്യപ്പെടുന്നത്.
ഞാൻ പറഞ്ഞ എനിക്ക് ദേഷ്യം വരില്ല, എനിക്ക് ദേഷ്യം വരും. മനുഷ്യനല്ലേ? മനുഷ്യനല്ലേ? അപ്പൊ ആ ബിഗ് ബോസ് ചുമ്മാ വേണ്ടി ട്രിഗർ ചെയ്യിക്കും. ട്രിഗർ ചെയ്യുന്ന ടാസ്ക് വരുള്ളൂ. അപ്പൊ ഞാൻ ഓപ്പൺ ആവാറ് സംസാരിക്കുന്ന ആളാ. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ബിഗ് ബോസിൽ പോയാ എന്റെ ജീവിതം തന്നെ പോകുന്ന എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പോയില്ല. ചേച്ചിക്ക് വന്നല്ലോ, ചേച്ചിയോട് ഇല്ല ഇല്ല ഇല്ല. അമ്മ അല്ലേ 2 ദിവസത്തില് അവരെ കരഞ്ഞ് മതിൽ കയറി ചാടി. താങ്ക് യു സോ മച്ച്, താങ്ക്സ് ലോട്ട് ആൻഡ് ബൈ. താങ്ക് യു സോ മച്ച്. ശംഭു എന്താ പറയുക, ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആങ്കറാണ്, വിജയാണ്. നമ്മൾ കുറച്ച് പേരുണ്ടല്ലോ ഇങ്ങനെ നമ്മൾ വളരെ നോട്ടീസ് ചെയ്ത് വയ്ക്കുന്നത്. അതിൽ നിങ്ങളെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്നതിൽ നിതിന് താങ്ക് യു. ആൻഡ് ഞാനും അനീഷാണ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. സോ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും, എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ, മേരി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കട്ടെ. അതാണ് ആർക്കും, എല്ലാവർക്കും എന്താ പറയുക, അസുഖങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും സുഖത്തോടെ സസന്തോഷം നല്ല പ്ലം കേക്ക് കഴിച്ച്, നല്ല പ്ലം കേക്ക് കഴിച്ച്, കുറച്ച് വൈനെല്ലാം അടിച്ച്, നല്ല ക്രിസ്മസ് ചർച്ചിലേ കൊടുക്കും. അതാണ് നല്ല ഇത് കഴിച്ച ഫാമിലിയോടെ ജാലിയായിരുന്നു. മുട്ട ഓംലെറ്റ് എന്നിട്ട് ഒന്ന് ഈ പറയണൊന്നും ഇവള് കഴിക്കില്ലാട്ടാ. ക്രിസ്മസ് ആയതുകൊണ്ട് പറയാം. എനിക്ക് വലിയൊരു ആഗ്രഹം ഇവള് എന്നെങ്കിലും ഒന്ന് മുട്ട കഴിക്കണം, ഒരു മുട്ട കഴിക്കണം. ഒരു മുട്ട എന്തെങ്കിലും കഴിക്കണം, മുട്ട കഴിക്കണം. ഞാനൊരു പ്യൂർ വെജിറ്റേറിയൻ, എന്റെ വാൾക്ക് മൊത്തം ഞാൻ അങ്ങനെ ആയിരിക്കും. അല്ലടി, ഈ മുട്ട കഴിക്കണം. ഇപ്പൊ നീ കല്യാണം കഴിച്ച് നാളെ പ്രഗ്നന്റ് ഒക്കെ ആവുമ്പോ കുട്ടിക്ക് വേണ്ടി ഞാൻ ആലോചിക്കും. അമ്മ ചെയ്യില്ല, അതിനെന്താ അപ്പോഴത്തേക്ക് അതിന് ഓൾട്ടർനേറ്റീവ് വരും. അപ്പൊ ഞാൻ അതെടുക്കും, വെജിറ്റേറിയൻ ഓൾട്ടർനേറ്റീവ്. വെജിറ്റേറിയൻ മുട്ടയാ? വെജിറ്റേറിയൻ മുട്ട കല്യാണമേ പണ്ണല്ലേ ഇന്നു, അതൊക്കെ കുഴந்தை. അത് പെണ്ണുങ്ങളല്ലേ, നമ്മളൊന്ന് കല്യാണത്തിനെ പറ്റി ആലോചിക്കും, എന്നിട്ട് കുട്ടിയെ പറ്റി ആലോചിക്കും. പക്ഷെ നടക്കുമോ ഇല്ലേ അതിനെ പറ്റി ആലോചിക്കില്ലേ? 2027 കൂട്ടാം അല്ലേ ഏകദേശം. നിങ്ങൾ വന്ന് എന്റെ കല്യാണമൊക്കെ നിങ്ങൾ കവർ ചെയ്യാം, ഇന്റർവ്യൂ ചെയ്യാം, എല്ലാം ചെയ്യാം കേട്ടോ. ഞങ്ങളായിരിക്കും ഫസ്റ്റ് വരുന്നത് പോലെ. ഇതേപോലെ എല്ലാ മലയാളി ചാനലെടുത്തും ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാം ഇങ്ങനെ വരുന്ന കുറെ ഷോർട്സ് പറഞ്ഞു, ഓരോ ആംഗിൾസ് പറഞ്ഞു നിങ്ങളായിരിക്കണം ഫസ്റ്റ് വരുന്നത്, നിങ്ങളായിരിക്കണം ഫസ്റ്റ് വരുന്നത്. എന്നിട്ട് ഇവിടെ തമിഴിലും പറഞ്ഞിട്ടുണ്ട്. ഓഹോ, അമ്മമ്മയുടെ സ്വഭാവം. അമ്മ പണ്ട് ഞങ്ങളുടെ വീട്ടിലൊരു വാഴക്കൊല ഉണ്ടായി. അമ്മയ്ക്ക് ആ വാഴക്കൊല എതിരെ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്. എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ വന്ന വാഴക്കൊല വെട്ടിക്കൊണ്ട് നോക്കോ. അതിനെന്താ, എല്ലാവരും നോക്കുമ്പോ 15 പേര് വന്ന് വെട്ടാൻ. ഞങ്ങളോടെല്ലാം ടീച്ചർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അമ്മമ്മയുടെ സ്വഭാവം ഉണ്ട്, അമ്മമ്മയുടെ സ്വഭാവം ഉണ്ട്. ഓ, ഇപ്പൊ അത് ഏകദേശം ഒന്ന് ഇതായല്ലേ. അമ്മമ്മയുടെ പേരെന്തായിരുന്നു? ശാന്തമ്മ. ഓക്കെ, അപ്പം സ്വാഗ് ആയിട്ടിരിക്കുക. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് കേക്കൊക്കെ കഴിക്കാം. ആൻഡ് താങ്ക് യു. Thank you. Bye. Bye.